ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ട്രേഡർ പ്രോ ഇൻഡിക്കേറ്ററിൻ്റെ ഓട്ടോമേഷൻ ഫീച്ചറിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം സ്മാർട്ട് ട്രേഡർ പ്രോ എന്താണെന്ന് നോക്കാം. സ്മാർട്ട് ട്രേഡർ പ്രോ എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂവിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ചധികം അപ്ഡേറ്റ് വരുത്തി ഇപ്പോൾ നിലവിൽ വെർഷൻ 4.5 ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് നിലവിൽ 2 വെർഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഒന്ന് മാനുവൽ പ്ലസ്, അതേപോലെ ഓട്ടോ എക്സ്, ഇങ്ങനെ 2 വെർഷൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ട്രേഡിംഗ് വ്യൂവിലായിരിക്കും നമുക്ക് സിഗ്നൽസ് വരുന്നത്. ഇൻഡിക്കേറ്ററിനകത്തൊരു സ്ട്രാറ്റജി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഈ സ്ട്രാറ്റജി മീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ഷോർട്ട് അല്ലെങ്കിൽ ലോങ് സിഗ്നൽ ഇവിടെ കിട്ടും. അതേപോലെ നമുക്ക് 2 ടേക്ക് പ്രോഫിറ്റ് ഏരിയാസും ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയാസും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിനെ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് MT5 4X ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ ഈ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്, അതൊക്കെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇൻഡിക്കേറ്ററിന് 2 വെർഷൻസ് ഉണ്ടാവും. ഒന്ന് മാനുവൽ പ്ലസ് എന്ന് പറയുന്നതാണ്. മാനുവൽ പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനുവലി ഒരു സിഗ്നൽ വരുന്ന ടൈമിൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കണം. നമ്മൾ ഒരു സിഗ്നൽ വരുന്ന ടൈമിൽ എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നു. അതേപോലെ നമുക്ക് ഈ ഇൻഡിക്കേറ്ററിനെ ഓട്ടോമേറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഓട്ടോമേഷനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ ഇൻഡിക്കേറ്റർ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഷോർട്ട് അല്ലെങ്കിൽ ലോങ് സിഗ്നലാണ് തരുന്നത്. ഈ സിഗ്നലിൻ്റെ കൂടെ നമുക്ക് 2 സ്റ്റോപ്പ് ലോസ് ലെവൽസും അതേപോലെ 2 ടേക്ക് പ്രോഫിറ്റ് ലെവൽസും വരുന്നുണ്ട്. ഈ കാണുന്ന 2 ലൈൻസാണ് ടേക്ക് പ്രോഫിറ്റ് ലെവൽ. അതേപോലെ ഈ ഒരു ലൈനാണ്, അതാണ് സ്റ്റോപ്പ് ലോസ് ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഷോർട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സിഗ്നൽ നമുക്ക് MT5 പ്ലേസ് ആവും. അതേപോലെ നമുക്ക് ഈ കാണുന്ന ഫസ്റ്റ് ATR ലെവലും അതേപോലെ നമുക്ക് വരുന്ന ഈ ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവലും ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ആ ഇൻഡിക്കേറ്ററിൽ കൂടെ പ്ലേസ് ആവുന്നത്. ഇതിന് പിറകിലൊരു സ്ട്രാറ്റജിയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഓട്ടോ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് എങ്ങനെ ചെയ്യാം, അതേപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഫീച്ചറാണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് ട്രേഡ് എക്സിക്യൂഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മാനുവലി ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുന്ന ടൈമിൽ നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു സിഗ്നൽ വന്നതെന്ന് വെച്ചാൽ ആ സിഗ്നൽ വന്നിട്ട് അതിന് ശേഷം ഇപ്പം സ്കാൽപ്പിംഗ് ഒക്കെ ആണെങ്കിൽ ഇതിപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ചാർട്ടാണ്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റിലൊക്കെ ആണെങ്കിൽ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റായിട്ടുള്ളൊരു എക്സിക്യൂഷൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പൊസിഷൻ സൈസിങ് എല്ലാം ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് ഏകദേശം ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും എൻട്രി വരുന്നത്. അപ്പോൾ അത്രയും ഒരു ഡിലേ നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഡിലേയും എല്ലാം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ അതിൻ്റെ ഓപ്പൺ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ ഒരു ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയി, മാർക്കറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഫസ്റ്റ് മൂവ്മെൻറ്റ് മേലോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിട്ട് നമുക്കൊരു ട്രേഡ് പ്ലേസ് ആവുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ ആയിരിക്കും നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെൽ അല്ലെങ്കിൽ ബൈ സിഗ്നൽ വരുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ആ ട്രേഡ് അവിടെ പ്ലേസ് ആവും. അപ്പോൾ നമുക്ക് ഒരു സിഗ്നൽ കാണിക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്കൊരു എക്സിക്യൂഷൻ നടക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ അടുത്തൊരു ഫീച്ചറാണ് ഓട്ടോ എക്സിറ്റ് വിത്ത് പ്രിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻഡിക്കേഷൻ വന്നു ശേഷം ആ ഒരു ട്രേഡ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടേക്ക് പ്രോഫിറ്റ് ലെവലും അതേപോലെ സ്റ്റോപ്പ് ലോസ് ലെവലും ഓട്ടോമാറ്റിക്കലി ആ ഒരു MT5 സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി തന്നെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് ലെവൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ അതിന് MT5 വരുന്നതായിരിക്കും. നമ്മൾ മാനുവലി സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻട്രി എടുക്കും, ഓട്ടോമാറ്റിക്കലി തന്നെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റും ലെവൽസ് അവിടെ ഓട്ടോമാറ്റിക്കലി തന്നെ കൊടുക്കുന്നതായിരിക്കും. ആ ലെവൽസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഡിക്കേറ്ററിനകത്ത് വരുന്ന ATR ബേസ്ഡ് സ്റ്റോപ്പ് ലോസും അതേപോലെ TP2 ഒരു 1:2 റിസ്ക് റിവാർഡ് വരുന്ന ടേക്ക് പ്രോഫിറ്റ് ലെവലും ആയിരിക്കും ആ ഒരു MT5 കൊടുക്കുന്നത്, ഓട്ടോമാറ്റിക്കലി പ്ലേസ് ആവുന്നത്. അതേപോലെ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ഫുൾ കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിനകത്ത് നിന്നും MT5 ട്രേഡ് പോകുന്നത് കൊണ്ട് നമുക്ക് ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. നമുക്കിതൊരു അലേർട്ട് വെച്ചിട്ടായിരിക്കും ഈ MT5 സിഗ്നൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടൈമിൽ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാം.
ഇപ്പോൾ ഇൻ കേസ് നമുക്ക് മാർക്കറ്റിൻ്റെ ന്യൂസ് ടൈമിലാണ് സിഗ്നൽ വരുന്നത്, അപ്പോൾ നമുക്കിത് ഇവിടെ ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ സിഗ്നൽ ആ ടൈമിൽ അവിടെ പോകുന്നതല്ല. അപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് ടൈമിൽ സിഗ്നൽ കൊടുക്കണം, ഏത് ടൈമിൽ കൊടുക്കണ്ട എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷനാണ് നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് തന്നെ പൊസിഷൻ സൈസിങ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ റിസ്ക്, നമ്മുടെ ക്യാപിറ്റൽ ഒരു 5000 ആണെന്ന് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1% റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം $50 ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ $50 ഈ സ്റ്റോപ്പ് ലോസിൻ്റെ ലെവൽ ഏത് ആണെന്ന് എത്ര ലെവലാണെങ്കിലും ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ $50 നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ആ ഒരു ട്രേഡിൽ നിന്ന് ലോസ് ആവുന്നുള്ളൂ. ആ രീതിയിൽ നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ട്രേഡിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസ്ക് മാനേജഡ് ആയിരിക്കും. നമ്മളൊരു ട്രേഡ് എൻ്റർ ചെയ്യുന്ന ടൈമിൽ റിസ്ക് മാനേജഡ് ആയിരിക്കും. ഈ ഒരു ട്രേഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെ ആ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് പൊസിഷൻ സൈസിങ് ചെയ്യുന്നതുകൊണ്ട് റിസ്ക് എപ്പോഴും മാനേജഡ് ആയിരിക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള സെറ്റിങ്സ് എല്ലാം നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ നെക്സ്റ്റ് ഫീച്ചറാണ് നോ സിഗ്നൽ ഡിലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൽ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അതേ ടൈമിൽ തന്നെ MT5 ആ സിഗ്നൽ ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡിലേ ഫീൽ ചെയ്യുന്നില്ല. ഒരു എക്സിക്യൂഷൻ ആ ഒറ്റ മില്ലി സെക്കൻഡിൽ തന്നെ നമുക്ക് ഫയർ ചെയ്യുന്നത് കാണാൻ പറ്റും. നിലവിൽ ഫോറക്സ് പെയറിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്രിപ്റ്റോയിൽ ഓട്ടോമേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉടനെ തന്നെ അത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിത് ഫോറക്സിലായിരിക്കും, ഫോറക്സിലെ എല്ലാ പെയറിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് എല്ലാ ടൈം ഫ്രെയിമിലും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാ ഫോറക്സ് പെയറിലും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഡിസൈഡ് ചെയ്യാം അപ്പോൾ ഏതൊക്കെ ദിവസം ഇനി ഫുള്ളി ഓട്ടോമേഷൻ ഇനി 24 മണിക്കൂറിൽ 5 ദിവസവും ട്രേഡ് റൺ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ട്രേഡ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാം നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ ട്രേഡ് എടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നമ്മൾക്ക് സ്ട്രിക്റ്റ് റോളുള്ള ഒരാളാണ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഒരു പെർ ഡേ ഒരു 3 ട്രേഡ് മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്കതും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും ആ ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. ഓട്ടോമാറ്റിക് ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ.